നമ്മൾ കാത്തിരുന്ന സുദിനം ഇന്നാണ് സുഹൃത്തുക്കളെ. കൊല്ലവർഷം 1199 മകരമാസം 28-ാം തീയതി ചതയം നക്ഷത്രം. സ്വന്തം കഴിവും അധ്വാനവും മുഴുവൻ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അനിലൻ ചേട്ടൻ സ്വന്തം കോഴികൾക്ക് വേണ്ടി ഒരു കോഴിക്കൂട് പണിതിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് ഒറ്റയടിക്കാൻ പിടിക്കാൻ പറ്റി. ഇന്ന് അവരുടെ മധുവിധുവാണ്. ചാത്തൻ പറയണ്ട, ഈ വയസ്സാം കാലത്താണ് എനിക്കൊരു വീട് സ്വന്തമായിട്ട് പണിയാൻ പറ്റിയത്. പഴയ പ്രാകൃതമായ രീതിയിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി ആധുനികവൽക്കരിച്ചു. ബീഫ് റെഡി ആയിട്ടെന്ന് പറഞ്ഞപ്പോഴേ ചേട്ടന്റെ അടുക്കളയിലേക്ക് ഒരു ആകർഷണം. ഇന്ന് നമ്മള് ഇവിടെ ചെയ്യാൻ പോണത് ചേച്ചിയുടെ മട്ടൺ റോസ്റ്റ് ആണ്. നല്ല ഭംഗിയുടെ ചെറുതാണ്. പ്രിയപ്പെട്ട എന്റെ കൂടപ്പറപ്പുകളെ, നിങ്ങളൊന്ന് നോക്കിയേ, ഇതൊരു അച്ചാറിനുള്ളത് ഉണ്ടാ ഇല്ലല്ലോ. അയ്യോ, ചിയേഴ്സ് പറയാനായിട്ട് ആരുമില്ല. ഈ ഭാഗത്ത് ഒരു കനം വരില്ലേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അനിലൻ ചേട്ടന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കാത്തിരുന്ന സുദിനം ഇന്നാണ് സുഹൃത്തുക്കളെ. 2024 ഫെബ്രുവരി 11 ഞായറാഴ്ച. കൊല്ലവർഷം 1199 മകരമാസം 28-ാം തീയതി ചതയം നക്ഷത്രം. ഇന്നേ വരെ ഒരാളും ഇതുപോലൊരു കോഴിക്കൂട് പണിയരുത് എന്നുള്ള അദമ്യമായ ആഗ്രഹത്താൽ ത്തോടുകൂടി സ്വന്തം കഴിവും അധ്വാനവും മുഴുവൻ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അനിലൻ ചേട്ടൻ സ്വന്തം കോഴികൾക്ക് വേണ്ടി ഒരു കോഴിക്കൂട് പണിതിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിന്റെ പാലുകാച്ചൽ കടമമാണല്ല, പാലുകാച്ചലില്ല, ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. അതിനുള്ള വിശിഷ്ട വ്യക്തികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതിന്റെ മെയിൻ വർക്ക് ഉണ്ടല്ലോ, സ്ട്രക്ചർ വർക്കുകൾ, അതല്ലേ അല്ല ചേട്ടനല്ല ചെയ്തത്, അത് പണിക്കാരാ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പെയിന്റിങ്ങിന് മാത്രം അല്ല ചേട്ടൻ 1 മാസത്തോളം എടുത്തു. ഈ 3 കളറ് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് ദശസ്നേഹം തുളുമ്പുന്ന കോഴിക്കോടാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത്. മനോഹരമായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോ തന്നെ ഇതിൽ വൃത്തികേടാക്കാൻ തോന്നില്ലെന്ന്. ഇതിലെ ഇങ്ങനെയാണ് കോഴികൾ ഇടാൻ തോന്നുക. നിങ്ങളൊന്ന് ദയവ് ചെയ്ത് പറയൂ. ടൈൽസ് ഒക്കെ വിരിക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു വ്ളോഗില്. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ചെരുപ്പൊക്കെ ഊരിട്ടിട്ടാണ് ശരിക്കും കോഴിക്കോട്ടിലേക്ക് കയറാനായിട്ട്. കണ്ട, ചെറിയേട്ടൻ പറയണത് എന്തിട്ടാന്ന് വെച്ചാൽ ഇങ്ങനത്തെ വീട് പോലും ഒരു വിദൂര സ്വപ്നമായിട്ടുള്ള ആളുകൾ ഉള്ള ലോകമാണ് നമ്മുടെ. അങ്ങനെയുള്ള സമയത്താണ് ഇതുപോലത്തെ കോഴിക്കൂട്. എന്നാലേ എത്ര ഭാഗ്യം ചെയ്ത കോഴികളാണ് ഇവിടുത്തെ കോഴികൾ. ഭാഗ്യം ചെയ്തതാണ്. നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ കോഴിക്കൂട് പോലെ പണിതത് അല്ല ചേട്ടൻ, പക്ഷെ ഹൈറ്റ് ഒരു 1.25 അടി 1.5 അടിക്ക് ഹൈറ്റ് കൂടുതലുണ്ട് നമ്മളെക്കാളും. ഷീറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. മൊത്തം ഈ ഗ്രില്ലൊക്കെ പുതിയത് വാങ്ങിച്ചു. പിന്നെ ഇത് കോഴിക്കുട്ടിയോടെ വളർത്താൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരെണ്ണം നമ്മൾ ചെയ്ത പോലെ ചെയ്തു. അതൊക്കെ നമ്മുടെ ഉള്ള പോലെ തന്നെ. പിന്നെ അടിയിൽ അന്ന് വാങ്ങിയ ടൈൽസ്. അപ്പൊ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ മൊത്തം ചെലവുകളാണ് കണക്കാക്കാൻ പറ്റില്ല അല്ലെ. ഇതിന്റെ ചെലവേ കോഴിക്കോട് ചെലവ് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കുറേ അലചേട്ട എല്ലാ ദിവസവും പണി കഴിഞ്ഞിട്ട് കുറച്ച് സമയമാണിത്. കമ്പി പെയിന്റ് അടിക്കാന്ന് പറഞ്ഞാൽ നല്ല പണിയാ. അപ്പൊ അല്ലചേട്ടന്റെ മുഖം ഇങ്ങനെ പുള്ളിക്കുത്തുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞിട്ട് എന്ന് വരാം. പച്ച പെയിന്റ് അടിക്കുന്ന ദിവസം അറിയാം, അന്ന് പച്ച അടിച്ചാണ് പച്ച. കാരണം ഇത് ഇങ്ങനെ അടിക്കുമ്പോ ഈ തെറിച്ചിട്ടേ ഇങ്ങനെ മൂത്തൊക്കെ പെയിന്റ് അടിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വർണ്ണങ്ങൾ വാരി വിതറിയ അതല്ല അത് വേണ്ട. അതെ, അപ്പൊ ഇതിന്റെ ചെലവ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല മെറ്റീരിയലുകൾ നമ്മുടെ പഴയ ഇതിന്റെ മുകളിൽ ഡ്രസ് അടിച്ചതിന്റെ പൊളിച്ച് എടുത്ത കാരണം പണിക്കൂലിയ വന്നത്. പിന്നെ ഇത് പുതിയത് എടുത്തതാ പറഞ്ഞില്ലേ, ഏത് ഇത് ഈ മെഷ് പിന്നെ ഇത് അവിടെ ഇതിനൊക്കെ ഭയങ്കര വില കുറവിനാണ് നമുക്ക് ഈ ടൈലുകള്. കാരണം ഒറ്റയ്ക്ക് വരുന്ന പീസുകളില്ലേ, ഇങ്ങനെ ബാക്കി വരുന്ന പീസുകൾ ഓരോ ഇതില് ടൈല് കടയില് നിങ്ങൾക്കായാലും ഗോഡൗണിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും ഇങ്ങനത്തെ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നമ്മളുടെ വീട്ടിൽ നിന്ന് പൊളിച്ചെടുത്തിട്ടുള്ള മറ്റേ ടൈൽസ് കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ അനിലൻ ചേട്ടൻ ഇങ്ങനെ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ അനിലൻ ചേട്ടൻ ഇവിടെ പതിച്ചേക്കുന്നത്. പിന്നെ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇട്ട പോലത്തെ സ്റ്റോൺ ബെഞ്ച് ഇവിടെയും ചെയ്തിട്ടുണ്ട്. കണ്ട,
ഞാൻ പറഞ്ഞില്ലേ കൊടപ്പുളിയുടെ കടയ്ക്ക് ഭയങ്കര തണലുള്ള സ്ഥലമാണ്, ഇപ്പോഴും തണലായിരിക്കും. ഇടയിലൊരു 4 മണി നേരത്തെ അങ്ങോട്ട് ഇത്തിരി ഒരു വെയിൽ, പടിഞ്ഞാറൻ വെയിൽ വരും. അല്ലാത്തപ്പോഴൊക്കെ ഇത് നമുക്ക് തിന്നാനുള്ള തീറ്റിയില്ലട്ടാ. ഇത് ഇങ്ങനെ കപ്പലണ്ടി അഞ്ചിട്ട് വാരി തിന്നു. കാരണം പട്ടികൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റാണ്, നല്ല ഭംഗിയുള്ള ബിസ്ക്കറ്റ്. അതല്ല ഞാൻ ഇവിടെ വെച്ചത് മാത്രം കാമറയും. ഈ സ്റ്റോൺ ബെഞ്ചിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഈ ബെഞ്ച് കിടക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ സാധനം ഇവിടെ ഇങ്ങനെ ഈ കട്ടകൾ ഇങ്ങനെ വെച്ചേക്കാണ്, പതിച്ചേക്കാ. ഇത് ആരാണെന്ന് അറിയോ? ആരായിരിക്കും? ഒന്ന് ഊഹിച്ചു നോക്കിയേ. ഊഹിച്ചാ 5 വരെ എണ്ണാണ് സമയം തരാട്ടാ. നിങ്ങൾ ഊഹിക്കുക ആരാണെന്ന് കേട്ടാ, ഇത് ചെയ്തത് ആരാണെന്ന്. എന്നിട്ട് കാണിക്കാം, ഇതാരാ ചെയ്തെന്ന് കാണിക്കാം. എന്നിട്ട് എത്ര പേരാണ് ശരി ഉത്തരം പറഞ്ഞതെന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ. 1 2 3 4 5 സമയം കഴിഞ്ഞു. പറഞ്ഞ ആരാന്ന് എനിക്ക് കമൻറ്റ് ചെയ്തോട്ടാ. ഇപ്പൊ കാണാം ഇതാരാ ചെയ്തത്. അപ്പൊ ഇവിടെ ഇത് പണിതുകൊണ്ടിരിക്കുന്ന 2 പണിക്കാരെ ഒന്ന് നിങ്ങൾ നോക്കൂ, പരിചയം തോന്നുന്നുണ്ടോ? പാപ്പൻ പറയാം സ്വർണ്ണപ്പണി കുറഞ്ഞു തുടങ്ങി, അത് കാരണം വേറെ മേഖലകളിലേക്കും കൂടി പാപ്പൻ തിരിഞ്ഞു തുടങ്ങുകയാണ്. പാപ്പന്റെ ഫോൺ നമ്പർ നമ്മൾ തരുന്നതായിരിക്കും. വീട്ടിൽ വെറുതെ പറഞ്ഞാണ് കേട്ടോ, ആരും ഇനിയിപ്പോ ഫോൺ നമ്പർ തന്നില്ല എന്നൊന്നും പറയരുത്. അപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ഒരു 23,000 രൂപ കൊടുത്തിട്ട് ആ സാധനം വാങ്ങിക്കുമ്പോ നമുക്ക് പിന്നെ ഒരു 1000 രൂപ പണിക്കൂലി കൊടുത്തിട്ട് ഒരു പണിക്കാരെ നിർത്താൻ പറ്റാണ്ടല്ലോ ചേട്ടന്. എന്നാ 3000 ഇല്ല, 23,000 രൂപ കൊടുത്ത് സാധനം വാങ്ങിക്കുമ്പോ. പക്ഷെ സജീവ സമ്മതിക്കില്ല പണിക്കാരെ വയ്ക്കാൻ. ഞാനിവിടെ ഉള്ളപ്പോ അല്ല ചേട്ടൻ വേറൊരാളെ വിളിക്കരുന്നാണ് സജീവൻ പറയണത്. ഇത്ര സ്നേഹമുള്ള അനിയന്മാരെ നിങ്ങൾ എവിടെയും കാണൂ. നോക്കൂ, ഇതേ വേറൊരു ചേട്ടനുണ്ട്. എന്നാ ഇതേ അവിടെ ദേ അലക്കല്ലുമ്പോ ചാരി കയ്യും കെട്ടി നിന്ന് നോക്കി നിൽക്കാതല്ലാണ്ട് ഒരു സഹായവും ഇല്ല അല്ലെ ചെറിയേട്ടൻ? എന്തെങ്കിലും ചെയ്തു സഹായിച്ചൂടെ? അതെ, ചെറിയേട്ടന്റെ വീട്ടിലത്തെ പണികൾ ചെയ്തിട്ടേ ക്ഷീണിച്ച് നിൽക്കാന്ന്, അല്ലെങ്കിൽ സഹായിച്ചേനെ കേട്ടാ. ചെറിയേട്ടന്റെ വീട്ടിലും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ, അതൊക്കെ പിന്നെ കാണിക്കാം. ഇത്രയും സമയം കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങളായിരുന്നു. ഇനി നമുക്ക് അനിലേട്ടനും ചേച്ചിയുടെ അടുത്ത് പോവാം. അവർക്ക് എന്തൊക്കെയാണ് ഈ കോഴിക്കോടിനെ കുറിച്ച് പറയാനുള്ളത്, അവരുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾക്ക്. അതോടൊപ്പം തന്നെ ഇവിടെയും രസമാക്കിയിട്ടുണ്ട് കേട്ടാ, ഇതൊക്കെ മാറ്റം വരുത്തി. ഇവിടെ സജീവൻ തന്നെയാണ് കേട്ടാ ഇതും പതിച്ചത്. ഇവിടെ അത് മാത്രല്ല, അതൊക്കെ ഈ അടുപ്പൊക്കെ പഴയ പ്രാകൃതമായ രീതിയിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി ആധുനികവൽക്കരിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 2 അടുപ്പും 2 തരത്തിലാക്കി കേട്ടാ. ഇതിൻ്റെ ഈ ചുറ്റും ഇങ്ങനെ പോലെയാണ് ഇതിന് ഈ ഇഷ്ടിക വെച്ച് പോകുന്നത്. അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വയ്ക്കുന്ന ഇഷ്ടികയാണ് കേട്ടോ. അത് നോക്കിയാൽ പിന്നെ ചുറ്റും ടൈലൊക്കെ ഒട്ടിച്ചു ഭംഗിയാക്കി. മുകളിലത്തെ ആ പൂപ്പറ നീല ഷീറ്റ് എടുത്ത് കളഞ്ഞിട്ട് ഷീറ്റ് അടിച്ചു. ഈ കാല് കുഴിച്ചിട്ടിട്ട് ചെയ്തു കേട്ടാ. അപ്പം ഭംഗിയായി. അപ്പോൾ ഇവിടെ ചേച്ചി അടുപ്പത്തൊരു സാധനം കൊണ്ടു വെച്ചിട്ടാ. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് ചേച്ചിയുടെ മട്ടൺ റോസ്റ്റാണ്. അന്നേ സുരേഷ് ഗോപി വീട്ടിൽ വന്നില്ലേ, ആൾ വന്നപ്പോൾ മട്ടൺ റോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മട്ടൺ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു. ആ മട്ടൺ റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മട്ടൺ ഇറച്ചി 2 കിലോ ഇറച്ചി വെച്ചിട്ടുണ്ട്. ഞാൻ അത് കഴിക്കില്ല. അപ്പോൾ 2 കിലോ എനിക്ക് എത്ര ഉള്ളി എടുത്തിട്ടുണ്ട്? ചെറിയ ഉള്ളി, ചുവന്നുള്ളി 1 കിലോ അടുത്തുണ്ടാവോ? 1 കിലോനോളം ചുവന്നുള്ളിയാണ്. അത് പകുതിയാണ് എടുക്കുന്നത്, പകുതി ഇറച്ചിക്ക് പകുതി. പിന്നെ ഇതിൽ വേപ്പില, ഉപ്പ് ഇത് ഇട്ടിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യില്ല. ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്താണ് ഇങ്ങനെ ഒരു കോഴിക്കോട് പണിയണതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? കോഴിക്കോട് ഇങ്ങനെ പണിയാന്നല്ല, നമ്മള് സാധാ ഒരു കോഴിക്കോട് അതന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പണിത് വന്നപ്പോ ഇങ്ങനെ ചെയ്യാം. അപ്പൊ പിന്നെ നമ്മുടെ ഇത് പൈരിക്ക് നമ്മളെന്താ ചെയ്യാ? എന്തുകൊണ്ടാണ് ഈ ഇത് കൊടുക്കാൻ കാരണം? ദേശീയ പതാകയുടെ നിറങ്ങൾ ദേശീയ പതാക അതങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അത് കാണാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അതൊന്നും ചെയ്യാൻ തോന്നി, എവിടെയും ചെയ്യാത്തത് ഒന്നും ചെയ്യാൻ തോന്നി, അത്ര തന്നെ.
അത് സമയമൊക്കെ നോക്കിയിട്ടുണ്ടോ? കോഴികളെ കിടത്തേണ്ട സമയം അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു, ചുമന്നുള്ളി വേപ്പിൻ്റെ ഇല മാത്രം ഇട്ടിട്ടുള്ളൂ. ആ ഉപ്പിട്ടു. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി പറയണേ, ഞാൻ പറഞ്ഞോ? ചേച്ചി മൈക്ക് വെച്ചേരട്ടെ. ഇതെടുത്ത ഇന്ന് മട്ടനാണ്, വേറെ ഒന്നുമില്ല. കോഴി കൂടിന്റെ ഉദ്ഘാടനമായിട്ട് നമ്മൾ കോഴീനെ പിടിച്ച് വെക്കാൻ പാടണ്ട, അത് മോശല്ലേ. 2 കിലോ കഴുകി പിന്നെ 3-4 പ്രാവശ്യം കഴുകി ആക്കി കൊണ്ട് നിൽക്കണം. പിന്നെ വെള്ളപ്പം അതാണ് കേട്ടാ. അപ്പൊ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും, അയ്യോ അജു മട്ടൻ കഴിക്കില്ലല്ലോ, അപ്പൊ അജു എന്താ ചെയ്യാ? അജു വെറുതെ വെള്ളപ്പം മാത്രം തിന്നേണ്ടി വരില്ലേ? ഇല്ല, അതിനു വേണ്ടിയാണല്ലോ ചേട്ടൻ ഇന്നലെ തന്നെ ബീഫ് ചേട്ടന് വേണ്ടി ശരിയാക്കി വെച്ചു. ഇന്നലെ ശരിയാക്കിയില്ല, ഇറക്കിയുള്ളോ? അതെ, അയ്യോ സോറി, ആ വാങ്ങട്ട്. നിങ്ങളിത് അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. വാങ്ങി വെച്ചു ഇല്ലേ? ആ അത് മതി. ബീഫ് ഇന്നലെ വാങ്ങി വെച്ചു, വെക്കാൻ പോണുള്ളൂ. വെച്ചു കഴിഞ്ഞു, ഇറക്കി വെച്ചിട്ട് നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ എടുത്തോണ്ട് തരാം. അപ്പൊ നേരത്തെ എന്ത് വെച്ചാ? 6 മണിക്ക് മഞ്ഞൾപ്പൊടി എടുത്ത് അടുപ്പിൽ വെക്കാനാ. മഞ്ഞപ്പൊടി ഇട്ടുപ്പന്നെ, അടിപൊളി, നല്ല കളറായിട്ടുണ്ട്. മല്ലിപ്പൊടി, അതെന്താ പച്ചയാ? മഞ്ഞ, അതെ മഞ്ഞപ്പൊടി, മഞ്ഞൾ പൊടിച്ചാല് പിന്നാലെ പൊടിച്ചിട്ടാണ് ആ മല്ലിപ്പൊടിക്ക് ഈ കളറ്. മുളക് പൊടി അന്ന് ചേച്ചി 5 കിലോ വെച്ച ആൾക്കാണോ ഇപ്പൊ 2 കിലോ വെക്കുമ്പോ സംശയം? അന്ന് വീഡിയോ പിടിക്കുന്നില്ലല്ലോ, കൈ കണക്കിലാണ്ട് ഇട്ട് കൊടുക്കുന്നത്. വീഡിയോ പിടിക്കുമ്പോ ടെൻഷൻ ആവും അല്ലേ? ഇങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്ത് ചേട്ടൻ, ആ കുടില് ഒന്ന് ഇരിക്കാനായിട്ട് നമുക്ക് എന്തൊരു സുഖം ഇട്ടിട്ടിരുന്നു ഇങ്ങനെ ഇളക്കാനായിട്ട്. കണ്ട അത്രയും പോലും വാങ്ങിക്കില്ല. ആ കുടില് പണിത് അന്നോട്ട് എന്നോട് പറഞ്ഞു തുടങ്ങിയതാ. മുരളിയേട്ടനോട് പറഞ്ഞു മുട്ടിപ്പല ഉണ്ടാക്കാം, മുട്ടിപ്പല ഉണ്ടാ. ഇത്ര ഹൈറ്റ് ഉള്ളതാണ് ചേട്ടാ. മുട്ടൂത്തി എന്തിനിരിക്കണേ? അതിലിങ്ങനെ ഇരുന്നൂടെ? ഇതുപോലെ ഇരുന്നൂടെ? ചേട്ടൊന്നും മിണ്ടാണ്ടിരിക്കൂ. ഉപമകളൊന്നും പറയണ്ട, ആൾക്കാർക്ക്. അതുകൊണ്ടാ ഞാൻ പറയണ്ടാന്ന്. ആവശ്യത്തിന് ഇട്ട് തരാട്ടോ. ഇത് നിന്ന് വയറ് നിറക്കണ്ടെന്ന് വെച്ചിട്ട് ബീഫ് റെഡി ആയിട്ടെന്ന് പറഞ്ഞപ്പോഴേ ചേട്ടന് അടുക്കളയിലേക്ക് ഒരു ആകർഷണം. അപ്പൊ വേഗം അങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി അല്ല ചേട്ടൻ വേഗം കുറച്ച് തൽക്കാലം ഇതുകൊണ്ട് സംതൃപ്തി അടയാൻ പറഞ്ഞിട്ട് ചക്ക വറുത്ത് കൊണ്ടെടുത്തു. നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല, പച്ചമുളകും. നീളത്തിൽ കയറിയത് വെളുത്തുള്ളി കണ്ടമാനുണ്ട് കേട്ടോ, ഒരു 3-4 കുട. ഇഞ്ചി ചതച്ചത്, ഇതൊക്കെ ചതച്ചതാണ് കേട്ടാ, എല്ലാതും ഇടാണ്. സരിതേനെ പാചകം പഠിപ്പിക്കുക. സരിത പറയും ഞാനിത് എത്ര പഠിപ്പിക്കുന്നു. അതെ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് അറിയാലോ, ഈ ഇങ്ങനത്തെ ഉരുളിയിൽ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലല്ലല്ലോ നമ്മൾ ചെയ്യണേ. അപ്പൊ അടിയെ പിടിച്ചത് കരിയും. അതുകൊണ്ടാണ് ചേച്ചി അത് ഇടാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടത് കേട്ടാ. ഇപ്പോഴാണ് ഇതിൽ നിന്നൊരു നല്ല മണം വന്നു തുടങ്ങി. കഥയാ. മട്ടൻ എടുത്തോണ്ട് പോകാൻ കാക്ക വരുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കൂ. എന്താ സേവ് ചെയ്യാൻ ഞാൻ? അതാണ് സേവ് ചെയ്യാൻ ഞാൻ മറന്നു. നല്ല വറുത്തുമ്പോ തക്കാളി ഒരു 3-4 തക്കാളി, 3 തക്കാളി. അപ്പൊ എല്ലാം കൂടി നല്ലപോലെ മിക്സിംഗ് ആയി. അപ്പൊ നോക്കിയാ ചേച്ചി ഇറച്ചി കൊണ്ടിട്ടുണ്ട്. ഇറച്ചി ഇരിക്കിടാൻ പോവാണ് കേട്ടോ. മട്ടൻ ജനാർദ്ദനം പറയുന്ന പോലെ അപ്പ തട്ടണ മട്ടൻ ശരീരം ഇളക്കാന്നുണ്ടാ? തോന്നണൊന്നുമില്ല, ഞാൻ ഇളക്കാം. ഇത് തിന്നാനാണേ. മട്ടൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കാട്ടാ. ഇവിടുത്തെ കാക്കൾക്ക് ഒരു പേടിയില്ല. അല്ല ഞാൻ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടേ
കോഴിക്കൂട്ടിലേക്ക് വന്നിട്ടാ കോഴികളുടെ അവിടെ എപ്പോഴും ഓരോ സാധനങ്ങൾ തിന്നാണ്ടാവല്ലോ. ആ ഈ കാക്കൾക്ക് നോക്കിയേ നോക്കിയേ എങ്ങനെ കിടന്നോട സ്ഥലമായിരുന്നു. അതൊന്നും പറയാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സാധനം. അയ്യോ മാത്രം നാരങ്ങ. അതും നമുക്ക് വാരി തിന്ന വേണ്ട അങ്ങനെ വെറുതെ. വെള്ളം ഒഴിക്കണം കേട്ടാ, ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇറച്ചി മൂടി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കണം. ഇനി ഉപ്പ് അതിൽ കുറെ ഇട്ടിട്ടുണ്ട് അല്ലേ? ഇനി ഇറച്ചിയിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഇപ്പം ഇടണ്ടല്ലേ? അപ്പം ഇനി മൂടി വയ്ക്കാം നമുക്ക്. ഇത് വെക്കാൻ ഒരു പ്ലേറ്റ് എന്തായാലും ഇവിടെ ഉണ്ടെങ്കിൽ ഷീറ്റുമിലേക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ പുകയും ചൂടും തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് ഓട്ട വരും. അത് കാരണം ഒരു നീല ഷീറ്റ് ഉണ്ടല്ലോ മറ്റേ ടാർപ്പായ, അതാദ്യം ഇങ്ങനെ അതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ കെട്ടി വെക്കാൻ പറഞ്ഞു അല്ലേ ചേട്ടനോട്. അപ്പൊ അല്ല ചേട്ടൻ പകരം കളയാൻ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പുതപ്പുകളൊക്കെയാണ് മുണ്ടൊക്കെയാണ് കെട്ടി വെച്ചാണ് അപ്പൊ തൽക്കാലത്തേക്ക്. മതി പുക കൊണ്ടത്, ആവശ്യത്തിനുള്ള സൗന്ദര്യമായി. അതെ അതാ പറഞ്ഞ ആവശ്യത്തിനുള്ളതായി. ചെറിയേട്ടനും ചേച്ചിയും പ്രകൃതിയായ പണിയിലാണ്. എന്തിട്ടാണ് അവരവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ചെറിയേട്ടൻ എന്തിട്ടാ പണി? അതെ വെണ്ട നടുകയാണെന്ന് ചെറിയേട്ടൻ. അതെ ആ പക്ഷെ വെണ്ടക്കായ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതേ വെണ്ടക്കായ ഇവിടെ വെണ്ടക്കായ വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മളന്ന് ചെറിയേട്ടൻ്റെ ഉള്ളി കൃഷി കാണിച്ചപ്പോൾ ഉള്ളി നടണ കണ്ടില്ലേ? ഇതേ ആ ഉള്ളി നോക്കിയേ പറക്കാറായി. അത്യാവശ്യം നല്ലോണം കടയിൽ പിടിച്ചിട്ടുണ്ട് അല്ലേ? അതെ വർഷകാലായാലേ വർഷകാലത്ത് ഇത്തിരി മുകളിൽ നടും, വേനൽക്കാലത്ത് ഇത്തിരി താത്തി വെള്ളം അല്ലെങ്കിലേ പിന്നെ വേണ്ട. അത് വേണ്ട കാരണം നമുക്ക് ആവശ്യമുള്ളത് ഇത് ഇന്ന് രാവിലെ പൊട്ടിച്ചതല്ലേ? ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്തിനാന്നറിയാം? കിളികൾ കൊണ്ടുപോയില്ല, കേടുവരില്ല. ചതുരപ്പയറ് മറ്റേതാണെങ്കിൽ ആവുമ്പോഴേക്കും അണ്ണറക്കണ്ണന്മാര് തത്തമ്മകളും വരും. അണ്ണറക്കണ്ണന്റെ ശല്യാണ്. അതുണ്ടാവും, ദിവസം ഉണ്ടാവും. ഇതേപോലെ നമുക്ക് ഉപ്പേരിയൊക്കെയുള്ളത് ദിവസം കിട്ടിക്കൊണ്ടേയിരിക്കും. നല്ല വലിപ്പം വരും. അത് ഒരു 5-6 വെച്ച് ഞങ്ങൾ ഇറച്ചിയിലൊക്കെ ഇടും. ഇറച്ചിയിലിട്ട സൂപ്പർ സാധനം ഇറച്ചി പയറിനെ പറയാതിനെ. ഇത് പിന്നെ മധുരക്കിഴങ്ങാണ്. കാട് പോലെ കാട് പോലെ വേണ്ട. അവിടെ നോക്കി തെങ്ങുകളാണ്, തല പോയി തെങ്ങുകൾ 100 കണക്കിന്. അതൊക്കെ തത്തമ്മകളുടെ ആവാസ വ്യവസ്ഥകളാണ്, ആവാസവ്യൂഹം. ഒരു രക്ഷയില്ല. അപ്പൊ അതായത് തത്തമ്മകളെ തീറ്റയ്ക്ക് വേണ്ടിട്ട് ഇങ്ങാണ്ട് വരും. അതിന് പയറ് ഒന്നും നടാൻ പറ്റില്ല. പയറൊക്കെ പയറെന്ന് പറഞ്ഞ സാധനം നടാൻ പറ്റില്ല. ഇവിടേക്ക് ഉണ്ടായി നിൽക്കണ നിറയെ നിറച്ചതിന് ഇതേ എത്ര കണ്ട 5-6. അപ്പൊ ആവശ്യത്തിനുള്ള പൊട്ടിക്കുള്ളൂ അല്ലേ? ദിവസം ഞങ്ങളൊരു ഉപ്പേരി വയ്ക്കാനുള്ളത് പൊട്ടിക്കും. ഡെയിലി കിട്ടും. ഒരു തത്തേനും പേടിക്കണ്ട, ഒന്നും ആരും ഒന്നും തിന്നില്ല. ഇത് 2 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ മഞ്ഞ് കാലങ്ങളിലത് അധികം കിട്ടുക. പിന്നെ അത് നിൽക്കുള്ളൂ. ചെടി ഇങ്ങനെ സാധനം ഉണ്ടാവില്ല അല്ലേ? ഞങ്ങളത് കടക്ക മുറിച്ച് കളഞ്ഞാണത്. എന്നിട്ട് അവിടെ മുളച്ച് വന്ന് 2ാമത് മുളച്ച് വന്നതാണ്. പക്ഷെ ഇതൊക്കെ വിത്തുകൾ നിൽക്കുന്നുണ്ടാ. തായോ അതിന്റെ ഉള്ളിലുണ്ടാവില്ല വിത്ത്. ചേട്ടാ അതേ വിത്ത് ഇതിന്റെ ഉള്ളിലൊക്കെ വേണ്ടതുണ്ട്. ഇനി അവിടെ വേണമെങ്കിൽ അല്ലൻ ചേട്ടൻ നമ്മളെ കത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അല്ലൻ ചേട്ടന്റെ കൃഷി സ്ഥലത്ത് ഒരു പുല്ല് പോലും കാണാറില്ല. അതെ നോക്കിയേ, കോളിഫ്ലവർ ഒക്കെ ഇത്രയിട്ടല്ലേ ചേട്ടൻ്റെ കണ്ടാ? വല്ലതും പറിച്ചാ അല്ലേ ചേട്ടാ? കൂട്ടാൻ വെച്ചല്ലേ? അതെ കണ്ട കോളിഫ്ലവർ അടിപൊളി. മൊത്തത്തിൽ എന്റെ ഇത് നോക്കാതെ മോശ. പുല്ലിങ്ങനെ കാണാറില്ലേ അല്ലേ ചേട്ടൻ്റെ അവിടെ? പിന്നെ ചീരപ്പോ ഒന്നും നട്ടിട്ടൊന്നുമില്ലേ, തന്നെ മുളച്ചു വന്നുകൊണ്ട് കേൾക്കണ്ടല്ലേ. നമ്മളന്ന് പച്ചമുളക് പൊട്ടിച്ച പച്ചമുളക് തോട്ടം തേങ്ങനെയായി. ഇനിയൊക്കെ മാറ്റി പുതിയത് വെക്കാറായില്ലേ? അതിനിപ്പോ കോഴിക്കൂടുമ്പലത്തത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച മതി. ഒരാഴ്ച അല്ലെങ്കിൽ 2 സമയം കിട്ടിയാൽ മതി. ഇവിടെ പൂങ്കാവനമായി മാറും.
ഇങ്ങോട്ട് വന്നു പോയാ പതിവ് പോലെ ഒരു സാധനം കിട്ടാറുണ്ടായിരുന്നു. കരിക്കല്ലേ ഇട്ട് വെച്ചിട്ടുണ്ടാ. ഈ ചെറുനാരങ്ങ കൊറേ കൊഴിഞ്ഞെടുക്കണ്ടെന്ന് തോന്നല്ലേ ചേട്ടാ? ചെറുനാരങ്ങ കൊറേ വീണെടുക്കുന്നുണ്ട്. വലിയ പോയാൽ എന്റെ നമുക്കത് അച്ചാറിടാം സരിത. ചെറുനാരങ്ങ അച്ചാറിടാം. അങ്ങനെ പിന്നെ കൊമ്പുകളൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്, കുത്തി കയറും തലയില്. കൊറേ ഉണ്ട് ചെറുനാരങ്ങ, പക്ഷെ പഴുത്തിട്ടില്ല. അതേ പറഞ്ഞോ, ഈ പഴുത്ത ചെറുനാരങ്ങകൾ നിൽക്കണം. നമുക്ക് അച്ചാറിടാം. നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാം. ഇപ്പൊ നല്ല വേനൽക്കാലായതുകൊണ്ട് ചൂടുള്ള സമയത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. കരിക്കാണ് നല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യമല്ല, ഈ അത് വലുതാ ബെസ്റ്റ്. നല്ല ഭംഗിയുടെ ചെറുനാരങ്ങ. നാളേക്ക് ആയാലും കാര്യം ഞാൻ പറഞ്ഞ വെള്ളം ഉണ്ടാക്കി കുടിക്കണത് ഞാൻ പറഞ്ഞു കേട്ടാ. വലിപ്പുണ്ട് സാധനം. ഞാൻ എന്തൊരു പറഞ്ഞേ? നീ പറഞ്ഞത് നാളേക്കാണെങ്കിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാന്നതല്ലേ? ഇന്ന് തന്നെ പോയിട്ട് കുടിക്കണം എന്നല്ല പറഞ്ഞത്. ഇന്നത്തേക്ക് പല ചേട്ടൻ കരിക്കിട്ടിട്ടുണ്ടല്ലോ. ഇതോട് കുഞ്ഞച്ചാറുണ്ടാക്കിയാൽ മതി. ഇത് ഒരച്ചാറിനുള്ളത് നോക്കിയേ പ്രിയപ്പെട്ട എൻ്റെ കൂടപ്പറപ്പുകളെ, നിങ്ങളൊന്ന് നോക്കിയേ. ഇതൊരു അച്ചാറിനുള്ളത് ഉണ്ടാ? ഇല്ലല്ലോ. ഇത് നമുക്ക് വെള്ളം ഉണ്ടാക്കി കുടിക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇവിടുത്തെ വേപ്പുകൾ കണ്ട ഒക്കെ ഇങ്ങനെ വെട്ടി 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 നിർത്തിയിട്ടേ അടിയിൽ നിന്ന് ഇങ്ങനെ നല്ല ഇല കിട്ടും. എപ്പോഴും അടിയിൽ നിന്ന് ഒടിച്ചെടുക്കാൻ പറ്റും. നമ്മളവിടെ തല വെട്ടി ഞാൻ നമ്മുടെ മരത്തിന്റെ വെട്ടണം കുറച്ച് ഉയരത്തില്. അത് വെട്ടി കഴിഞ്ഞാലാണ് നല്ല. അത് മുന്നേ വെട്ടേണ്ടതായിരുന്നു. ഇനി വെട്ടിയാൽ ചിലപ്പോ അത് ആകെ ഉണങ്ങിപ്പോവും. ദേ നേന്ത്രവാഴ ഒടിഞ്ഞു വീണല്ലോ ചേട്ടാ. അതെ, ഇതേ കണ്ട ഒരു വാഴ. അയ്യോ, ദേ അത്യാവശ്യം നല്ല കൊലയായിരുന്നു. ബെസ്റ്റ് കൊലയായിരുന്നു. അതെ. അയ്യോ സരിത, പോത്തിറച്ചിക്കായിട്ട് വയ്ക്കാൻ അടിപൊളിയായിരിക്കും. അതേ മൂക്കാത്താറല്ലേ? പോത്തിറച്ചിക്കായിട്ട് വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കട്ടാ. അപ്പൊ അല്ല ചേട്ടാ കരിക്ക് വെട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇളക്കണ ആദ്യം സരിതിക്ക് വേണമെങ്കിൽ കുടിച്ചാ. എനിക്ക് അവിടെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ചേട്ടാ. ബെസ്റ്റ് കരിക്ക. ഇതിന് കറിയുണ്ടല്ലോ ചേട്ടാ കരിക്കിന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം പറഞ്ഞില്ലേ, എന്തൊരു രസമുള്ള വെള്ളല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം പറഞ്ഞില്ലേ, നമുക്ക് പിന്നെ വീട്ടില് ഫുഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഓരോന്ന് കഴിയണതിനനുസരിച്ചല്ലേ ചേട്ടാ തന്നുകൊണ്ടിരിക്കും. എന്താ ചെയ്യാ? കാലത്ത് തന്നെ കരിക്ക് നല്ല രസം. ക്യാമറമാനെ കൊടുത്തില്ല. ക്യാമറമാനുള്ള ആട്ടത് നിതിന് കൊടുത്തില്ലേന്ന് ചോദിക്കും. അപ്പോഴും അവന് കൊടുക്കും. അല്ലാണ്ട് ഞങ്ങൾ മാത്രമായിട്ട് തിന്നൊന്നുമില്ല. നിതിന് ക്യാമറയുടെ മുഖത്തേക്ക് മുഖം തിരിക്കാൻ പറ്റാത്ത കാരണം അപ്പം അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കരിക്ക്. ഇറച്ചി കുറച്ച് നേരമായിട്ടാണ് നമ്മളിപ്പോൾ കരിക്കിടാൻ പോയി. ചെറിയനോട് വർത്താൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അധികം കൊടുക്കണില്ലേ ചക്ക? എന്നുവെച്ചാൽ അവർക്ക് മട്ടൻ കഴിക്കാനുണ്ടെന്ന് സരിത പറഞ്ഞു. അധികം തരില്ല, അധികം തരില്ല. ചക്ക പഴുത്തത് മട്ടൻ നമ്മൾ അധികം കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇത് സജീവൻ ഇപ്പൊ ഇതൊക്കെ ചെയ്തത് സജീവനാന്ന് പറഞ്ഞത്. ഇത് പതിച്ചത് അവിടെ പതിച്ചത്, പിന്നെ ഇതേ അവിടെ നമ്മുടെ ഇഷ്ടികകള് അവിടെയൊക്കെ പതിച്ചത്. അപ്പോൾ സജീവൻ അങ്ങനെയൊക്കെ ഇവിടെ വന്ന് ചെയ്യണ്ടെങ്കിൽ സജീവന്റെ വീടിന്റെ ബാക്ക് വശം ചുറ്റുപാടൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അത് കാണിച്ചരാട്ടാ. പിന്നെ മിയാവാക്കി എന്തായിന്ന് ഉള്ള ചോദ്യങ്ങൾ ഇപ്പൊ ചോദിച്ച് മടുത്തു. കുറെ പേര് ഇപ്പൊ ചോദിക്കുന്ന നിർത്തി. അപ്പൊ സജീവന്റെ മിയാവാക്കിയും സജീവന്റെ വീടിന്റെ ചുറ്റുപാടൊക്കെ ഉടൻ വരുന്നതായിരിക്കും. നല്ല ഗന്ധകം, നല്ല മണം വരുന്നത്. നല്ല മണം. ഗന്ധകം എന്ന് പറയുന്നത്, ഗന്ധകം എന്ന് പറഞ്ഞിട്ട് സൾഫർ. നമുക്കേ കോഴിക്കൂടിന്റെ കാര്യത്തിലേക്ക് ഇനി കിടക്കാം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ചേട്ടന് ആദ്യമായിട്ട് ഇവിടെ ഒരു മുതുക്കൻ ചാത്തുണ്ട്. ആൾക്കൊരു 8 വയസ്സൊക്കെ കാർന്നരും കാർന്നെത്തിയുണ്ട്. അവരെ അതിന്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യാന്നാണ് അല്ല ചേട്ടൻ പറയണേ. അവരെ പിടിക്കണ്ട അവിടെ നിന്ന്. അത് കോഴികളെ താൽക്കാലികമായിട്ട് ഇവിടെയാണ് പറത്തി എവിടെയാണ് ഒക്കെ വിടുന്നത് കേട്ടോ. അപ്പൊ ഈ ചാത്തനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചാത്തൻ, മോരടൻ ചാത്തൻ. എനിക്ക് ഒറ്റയടിക്കാൻ പിടിക്കാൻ പറ്റി. ഇവന്റെ
കാലൊക്കെ അല്ലേ മോരടിച്ച് ഇവര് എത്ര വയസ്സുണ്ടാവല്ലേ ചേട്ടാ? 5-8 കൊല്ലം അതിൻ്റെ അല്ലേ? ഞാൻ 8 എന്ന് പറഞ്ഞു. 4-5 വയസ്സല്ല. ആ ഇതിൽ കുറച്ചു നേരം എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫുഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ആക്കുന്നത്. അല്ല എനിക്ക് ആക്കാലോ, അത് കഴിഞ്ഞിട്ട് ഫുഡ് ടച്ച് ചെയ്താൽ അത് കോഴിക്കൂടിന്റെ ഉള്ളില് അടിയില് വിരിക്കണ്ടേ നമുക്ക്? ഏത് ചിന്തൂര് വിരിക്കണല്ലോ, മരത്തിന്റെ പൊടി വിരിക്കണല്ലോ, അത് വിരിക്കുന്ന ആദ്യത്തെ കർമ്മം. നാടൻ മുറിക്കുന്ന പരിപാടിക്കില്ല, അതൊന്നുമില്ല. ഈ 2 പേരെയും അതിലിടുന്നതോടുകൂടി ഉദ്ഘാടനം മഹാമഹം നടന്നതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. പിന്നെ എല്ലാ കോഴികളെയും അതിൽ കൊണ്ടുവന്നിടുന്നു. കുറെ കോഴികളുണ്ട് കേട്ടാ. ഇനി വാങ്ങിക്കണല്ലേ? കുട്ടിയോളെ ഇടുമ്പോ ലൈറ്റ് ഇട്ട് കൊടുക്കണല്ലോ. അപ്പൊ ചിന്തൂര് 2 എത്ര ചാക്ക് ചിന്തൂര് കൊണ്ടുവന്നിട്ട് നോക്കിയേ? 2 ചാക്ക്. ഇത് ആദ്യം അരിക്ക് ഇടാൻ പോവാണ് അല്ലേ? അപ്പൊ നമുക്ക് കണ്ട് പോവാ. ഇത് കനണ്ടാവില്ല, കണ്ടാ കണ്ടു വെച്ചോ. അങ്ങനെ കോഴിക്കോടിന്റെ ഭംഗി പോകാൻ പോണു. ചെരുപ്പ് ഇനി അമ്പലത്തിൽ കയറണ പോലെ എല്ലാവരും കോഴിക്കോട്ടിലേക്ക് കയറണ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട്. ഇത് കോഴികൾക്ക് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു പ്രത്യേക സംവിധാനമാണ്. എമർജൻസി എക്സിറ്റ്. എമർജൻസി എക്സിറ്റ്. അതെ, ഇങ്ങനെ ഒരു കോണിൻ്റെ. അപ്പം പിന്നെ വെച്ചാൽ മതി. ആ കോണിയൊക്കെ വന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അടച്ചിട്ടോ. ഇവിടെ കയറാനും ഒരു സാധനം ഉണ്ട് കേട്ടാ, പുറത്തേക്ക് കിടക്കാനായിട്ടേ. ഇത് പുറത്ത് അവിടെ അഴിച്ചിട്ട് വളർത്തണമെങ്കിൽ തന്നെ ഇങ്ങനെ സാധനം വെച്ചിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ കയറി അവർ കയ്യിൽ കിടക്കാം, അപ്പുറത്ത് ഇങ്ങനെ കയറാം, ഇങ്ങനെ കിടക്കാം. അപ്പോൾ അല്ല, ഞാൻ ആദ്യത്തെ ശരിയാൻ പോവാണ്. അപ്പം ഇതാണ് വഴി. എന്താ നാടകത്തിൽ നടക്കണ വഴി. അവിടെ അല്ല ചേട്ടാ, ഈ കോഴിക്കോടിന് എന്തോരം ചെലവ് വന്നു? ആ ശരിയാ, 1 ലക്ഷത്തുമ്പോ നിക്കില്ല. ടൈൽസ് ഇട്ടിട്ട് എന്തുട്ട കാര്യം ഉണ്ടായാലേ ചേട്ടാ, അതിന്റെ മുകളിൽ ഇത് വന്നില്ലേ? ഇത് വാരി കളയുമ്പോ നമുക്ക് മോട്ടർ അടിച്ച് കഴുകാൻ ഒരു നിമിഷ നേരം മതി വൃത്തിയാക്കാനായിട്ട്. അങ്ങനെ ചിന്തൂരിടൽ കഴിഞ്ഞു. ഇനി അടുത്ത് കോഴി ചാതനെ പിടിച്ചു കൊണ്ടിടാൻ പോണു. നമ്മളേവരും കാത്തിരുന്ന ആ സുന്ദര നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതുപോലൊരു കോഴിക്കോട് ഇനി എവിടെ ഉണ്ടാവാനും ഇതുവരെ പണിതിട്ടില്ല, ഇനി പണിയാനും പോണില്ല. അല്ല ചേട്ടാ, ആ റെക്കോർഡ് അല്ല ചേട്ടന്റെ സ്വന്തം. അല്ലല്ല, ഇതുപോലത്തെ ആളുകൾ പണിയും. പണിയില്ലോ, പണിയൊക്കെ ചെയ്യും. ആദ്യത്തെ പണിതെന്ന് പറയാം വേണമെങ്കിൽ. അങ്ങനെ 2 പേരെ അല്ല ചേട്ടാ, ഒരു പെടാനും കോഴിനെയും കൊണ്ടുവരുന്നേ. പെടാനും കോഴിനല്ല, പെടാനും ചാത്തനെയും. ഇന്ന് അവരുടെ മധുവിധുവാണ്. ആദ്യ രാത്രി അല്ല ആദ്യ പകല് പെടാനും ചാത്തൻ്റെയും. അപ്പോൾ ചാത്തൻ്റെ ഈ മുതുക്കനായ എന്നെയാ. മുതുക്കത്തിയാണല്ലോ കൂടിയുള്ളത്, അപ്പൊ കുഴപ്പമില്ല. അത് കഴിഞ്ഞ പ്രായമില്ലേ പെടയ്ക്കും പ്രായമില്ലേ? അവരൊരു ബാച്ചാ, 2 പേര് സീനിയർ അല്ലേ? ചാത്തൻ താഴെയാണെന്ന്, പെണ്ണാണെന്ന് മൂത്തത്. അത് ഈ അന്നംപിള്ള കല്യാണം കഴിച്ചു കൊടുത്തത്. അന്നംപിള്ളയില്ലേ കല്യാണം കഴിച്ചു കൊടുത്ത് 5-6 വയസ്സുള്ള മൂപ്പുള്ള ആളാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പൊ ഇവര് പറയണ്ടാ പോയി, ചാത്തൻ പറയണ്ട, ഈ വയസ്സാം കാലത്താണ് എനിക്കൊരു വീട് സ്വന്തമായിട്ട് പണിയാൻ പറ്റിയത്. ഇനി ലോൺ അടച്ച് വീട്ടണം. അങ്ങനെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. അതല്ല ഇവിടെ അങ്ങനെ അത് കഴിഞ്ഞു. നിങ്ങളായി, നിങ്ങളുടെ പാടായി. പെടയ്ക്കന്തം വിട്ടിട്ട് മാറിയിട്ടില്ല ചേട്ടാ. ദേ കാട്ടട്ടു ചാത്തൻ. അപ്പൊ ഈ ചാത്തനത്തെ കൊല്ലാത്ത എത്രയും നാളായിട്ട്? പൂവൊക്കെ മോരടിച്ചാളുടെ ചാത്തന്റെ. ഇങ്ങോട്ട് കിടക്കേ, ഇറങ്ങി വാലടക്കി. അവരായി പാടായിക്കോട്ടെ. ഞാൻ വാലടച്ചിട്ടു. സാധനം ഫിനിഷിങ്ങിലായിട്ടാ. ചെറിയേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മട്ടൻ. ഭയങ്കര ബെസ്റ്റ് മണാണ് കേട്ടോ ഇതിന്റെ. ചെറിയേട്ടന്റെ ടേസ്റ്റ് നോക്കാൻ ഹാജരായി. നല്ല ചൂടുണ്ടാവട്ടാ. ഓ ഇതാര പറയണ്? ഒന്നുമില്ല. ചെറിയേട്ടൻ തോന്നുമ്പോണ്ടാത്ത കഴിച്ചിട്ട് രസായിണ്ടാ? ഉപ്പൊക്കെ പാകത്തിന് വേണമെങ്കിൽ ലേശം ഇടാം. വേണമെങ്കിൽ അതെ, പൊടി കുറവുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല.
നിങ്ങളൊന്നില്ലേ? ഞാൻ കഴിക്കും, അത്രയ്ക്ക് ഇഷ്ടല്ല എന്നാലും കഴിക്കുകയൊക്കെ ചെയ്യും. ചേട്ടൻ വല്ലപ്പോഴൊക്കെ മേടിക്കും. നമ്മുടെ കാമറയിൽ ഇരിപ്പ് കണ്ട ബീഫ് ചേട്ടന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ബീഫ് വെച്ചു എന്ന് പറഞ്ഞല്ലോ. ഞാനൊന്ന് ചേട്ടനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ. അല്ല ചേട്ടനോടുള്ള സ്നേഹത്തിനെ കുറിച്ചിട്ടൊന്ന് വർണ്ണിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ആ ബീഫ് വെച്ചിട്ടുണ്ട്, അത് മുന്നേ വെച്ച് ഇറക്കിയല്ലോ, അപ്പൊ അത് ഈ അടുപ്പത്തൊന്ന് കൊണ്ടുവയ്ക്കാൻ പോകും ചൂടാവാൻ വേണ്ടി. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത്. കാരണം ഉള്ളിയാണ് ഇതിന് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് സവോള എന്ന് പറഞ്ഞ സാധനം തൊട്ടിട്ട് പോലും ഇല്ല. അതിന്റെ മണം തന്നെ വരുമ്പോ തന്നെ ഗംഭീരമാണ്. തുറന്നു വയ്ക്കാൻ കുറച്ചു നേരം തുറന്നു വയ്ക്കണ ബീഫ് കാമറി കാത്തിരുന്ന് വെറുതെ ഇല്ല. അല്ല മട്ടനായതുകൊണ്ടാവും, മട്ടന്റെ എല്ലിന് ഇത്തിരി മുറുക്കം കൂടുതലല്ലേ. കാമറീനെ കളിയാക്കല്ലേ ചേട്ടാ പ്രായായി എന്ന് പറഞ്ഞിട്ട്. ബീഫ് പകർത്തി അവിടുന്ന് ഒരു സാധനം കൊണ്ടുവരണ്ടേ, ചേരേണ്ട പ്രത്യേക കട്ടില്, ഭയങ്കര ഭംഗിയുള്ള കട്ടില്, അതിൽ കിടന്നിരുന്നൊക്കെ തിന്നായി. അല്ല കഴിച്ചു കഴിയുമ്പോ കെടുക്കണം തോന്നിയാലേ, അന്ന് നമ്മള് ബിരിയാണി ഉണ്ടാക്കുമ്പോ നിങ്ങള് പുല്ലില് കെടുക്കല്ലായിരുന്നു ചേട്ടാ. ആ ഇത് അടിപൊളി സാധനമായിട്ടാ. സരിത് ഇങ്ങനത്തെ നമുക്ക് വേണം. അതെ എവിടെ ഇടാനാ, ഇരുമ്പ് ജഗതീര പോലെ. ചെറിയേട്ടൻ തന്നെ ഉണ്ടാക്കിയതാട്ടാ, ഫ്രെയിം പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇത് പറഞ്ഞ പ്ലേറ്റ് കൊണ്ടു. ഓ രണ്ടും ഞാൻ എടുക്കാൻ പോവാണ് കേട്ടാ. ഒരു വെള്ളപ്പം മതി. ദൈവമേ അലമ്പാവും ഇപ്പൊ. ചെറിയേട്ടന് ബീഫിന്ന് എല്ല് കിട്ടിയെന്നിട്ടാണ് ഇവിടെ തർക്കം നടക്കാണ്. അപ്പൊ അല്ല ചേട്ടനും ചേച്ചിയും പറയണ അത് ആട്ടിറച്ചിട്ടല്ല കഴിക്കും പറഞ്ഞൂടെ. അല്ല നമ്മൾ ഈ എല്ലിനെ പോത്തിറച്ചിയുടെ എല്ലിന്റെ കാര്യം കുറ്റം പറയും. പക്ഷെ മറ്റുള്ളവർക്ക് കോട്ടയം ഹൈറേഞ്ചുകാർക്ക് എല്ല് വേണം. ഏത് രസമുണ്ട് കരുതാ, രണ്ടും സൂപ്പറാ. ഒരു വെള്ളാപ്പം കഴിഞ്ഞു പോയി അറിഞ്ഞില്ല. നല്ല കാറ്റ്, ബെസ്റ്റ് കാറ്റ്. ഇതേമേ ഇതിന് ആട്ടിറച്ചിയുടെ ഒരു കുത്തൊന്നുമില്ല ചേട്ടാ, ഒരു മണം ഉണ്ടാവില്ലേ? അതൊന്നുമില്ല, കഴിച്ചു നോക്കിയേ. നമ്മൾ കഴിക്കാറില്ലേ. എന്തിട്ടാ അത് മട്ടനാ? ആവശ്യത്തിന് എടുത്തോളൂ, ഇഷ്ടം പോലെ. നീ കൂറ കുത്തിയാലും സുന്ദരിയല്ലടി. വിനയ കുനയായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങളാ. അല്ല ചേട്ടാ എനിക്ക് ചെറുതായിട്ട് ചുമയും മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. അയ്യോ ചിയേഴ്സ് പറയാനായിട്ട് ആരുമില്ല. ചേച്ചിയുടെ ഈ മാല പുതുക്കാട്ടത്തെ ഷോപ്പിലത്തെ നല്ല ഭംഗിയുണ്ട്. ഇത് അവിടെ ഇത് ഭംഗി എന്നല്ല പറഞ്ഞത്, ആസം നല്ല രസമുണ്ടെന്ന് പറയുന്നത്. തലിട്ട് മുണിക്കിയത് ഒരു മിനിറ്റ് കുറച്ചുകൂടി എടുക്കട്ടെ ഏട്ടാ. മട്ടൻ മധുരം പോയി തുടങ്ങി. അന്ന് ഭയങ്കര മധുരല്ലേ, ഇപ്പൊ കൈപ്പിടിക്ക് കടന്നു. ആ തരിപ്പ് വായലേക്ക് എത്തിയ വായിച്ചേരിക്ക് കുടിച്ചിട്ട് ടേസ്റ്റ് പറയും. കയ്പാ വേണ രാഗിയ സമയത്ത് ചായ ചായ വേണ്ട. ശങ്കരാടി പറഞ്ഞല്ലേ. അല്ല ബാക്കിയുള്ളവർക്ക് ചായ കൊടുത്തോ, ഞാനത് കുടിക്കണുള്ളൂ. അല്ല എണ്ണ വേണ്ടേ? അല്ല ചെറിയ വേണ്ടേ? വൈൻ മധുരില്ല, ഇത് കയ്പാപ്പോ. അയ്യോ ഇത് കുടിച്ചിട്ട് ഈ സാധനം കഴിക്കുമ്പോ എന്തൊരു ടേസ്റ്റാ.
എന്റെ പൊന്നെ കുടിയന്മാര് ബാറിലേക്ക് പണം രഹസ്യം മനസ്സിലായില്ലേ? അല്ല ഇന്ന് ഇത്ര നേരം കഴിച്ച ടേസ്റ്റ് അല്ല ഈ മട്ടന്റെ ടേസ്റ്റ്. ആ അതന്നെ ലാസ്റ്റ് ചേട്ടൻ നമ്മുടെ മമതയുടെ പോലെ മമത ടച്ചിങ്സ് കൊണ്ട് പോവില്ലേ 2 countries-ആ 2 countries പോലെ. ഈ ഭാഗത്ത് ഒരു കനം വരുന്നു. ഇതൊരു തുണ്ട് കുടിച്ചിട്ട് ഇത് കഴിച്ചു നോക്കിയല്ലേ ചേട്ടാ? ഭയങ്കര ടേസ്റ്റ്. ഞങ്ങള് വൈകുന്നേരം ഭക്ഷണത്തിന് മുന്നേ അടിച്ചിട്ട് നെല്ലിക്കാസോ? ഇത് നെല്ലിക്കല്ലേ? ആ ഇത് നെല്ലിക്ക. ഞാൻ അതിന് ഏറ്റവും ഫിൽറ്റർ ചെയ്ത് 3-4 പ്രാവശ്യമായിട്ട്. അയ്യോ എല്ലാവരോടും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ കുപ്പി കണ്ട് തെറ്റിദ്ധരിക്കല്ലേ ചേട്ടാ. ഇതിൽ നെല്ലിക്കാസോ അല്ലേ ചേട്ടാ ആക്കി വെച്ചാണ്. വെറുതെ ആ ചേച്ചി വിചാരിച്ചു എനിക്ക് ഇതിലത്തെ സാധനമാണല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വളരെ മനോഹരമായ ഈ ഒരു ദിവസം ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പൊ ഇപ്പം ഞാൻ ഇപ്പൊ ഇവിടെ കാണുന്നതിൽ പുതിയ 2 കഥാപാത്രങ്ങളെ കാണാം. ചെറിയേട്ടൻ്റെ പിള്ളേരാണ് കേട്ടോ. അവരൊന്നും അധികം നമ്മൾ വീഡിയോയിൽ മുന്നത്തെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ശരിക്കും ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയുണ്ടാവില്ല. ചെറിയേട്ടൻ്റെ പിള്ളേരാണ് ഇവർ 2 പേരും. ഇത് സഞ്ജയ് എന്നാണ് പേര്, സച്ചിൻ. ആ സഞ്ജു 1 വർഷത്തോളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. UK പഠിക്കാൻ പോയിക്കായിരുന്നു. 1.5 വർഷമായിട്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞു. ഇനി ജോലി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പിന് ആള് നാട്ടിൽ വന്നേക്കാണ് കേട്ടോ. 2-3 ദിവസം കുറച്ച് ദിവസം മുന്നാണ് വന്നിട്ടുള്ളത്. ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ സഞ്ജുവിൻ്റെ കല്യാണാലോചനകൾ ഇവിടെ തകൃതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗംഭീരമായ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ പോരാണ്. കോഴികളുടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി ഒന്ന് കിടക്കണം. വർത്താനം പറഞ്ഞിരുന്നു കുറച്ച് സമയം. ഇനി കുറച്ച് നേരം കിടക്കണം. നല്ല രസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ഞായറാഴ്ച അങ്ങനെ സന്തോഷകരമായ ദിവസമായി. വൈകുന്നേരം ഞങ്ങൾ അവാർഡ് എന്ന് പറഞ്ഞ നാടകം കാണാൻ പോകുന്നുണ്ട് തൃശ്ശൂര്. ഭയങ്കര കോമഡിയാന്ന് പറയുന്നത്. ഒരു ടിക്കറ്റ് പ്രജിത്ത് അയച്ചതാ. അപ്പൊ ശരി ട്ടാ.